ഹായ്, നമസ്കാരം. വനിതാ ശാക്തീകരണത്തിന്റെ പേരിൽ, സംവരണത്തിന്റെ പേരിൽ ഗവൺമെന്റ് വിളിച്ചു ചേർത്ത പ്രത്യേക പാർലമെന്റ് സിറ്റിംഗ്സ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. വനിതകൾക്ക് 1/3 സംവരണം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഏർപ്പെടുത്താൻ വേണ്ടി, അതായത് 2029 തെരഞ്ഞെടുപ്പ് മുതൽ ഏർപ്പെടുത്താൻ വേണ്ടി എന്ന വ്യാജേനയാണ് ഭരണഘടനാ ഭേദഗതികളുമായി സർക്കാർ വരുന്നത്. പക്ഷെ പ്രതിപക്ഷത്തിന് വളരെ വ്യക്തമായ നിലപാടാണ് ഇക്കാര്യത്തിലുള്ളത്. വനിതാ സംവരണത്തിന് വേണ്ടി ഏതളവ് വരെ പോകാനും പ്രതിപക്ഷം തയ്യാറാണ്. നിലവിൽ 543 അംഗ ലോകസഭയിൽ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് പ്രാബല്യം വരുത്തുക. ഇതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. മറിച്ച് വനിതാ ശാക്തീകരണത്തിന്റെ മറവിൽ ഇന്ത്യയുടെ ഫെഡറൽ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതാണല്ലോ, അതിനു വേണ്ടിയിട്ടാണല്ലോ ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നത്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. സർക്കാർ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്തിരിക്കുന്ന ഡീലിമിറ്റേഷൻ ബില്ലിൽ, അതായത് മണ്ഡല പുനർനിർണയ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: 971 സെൻസസിന് പ്രകാരം 2011 സെൻസസ് പ്രകാരം സീറ്റുകൾ ക്രമീകരിക്കുമെന്നുള്ളത്. എന്ന് വെച്ചാൽ പരമാവധി 850 ലോക്സഭാ സീറ്റുകൾ. ആ 850 ലോക്സഭാ സീറ്റുകൾ ആർക്കൊക്കെ കിട്ടണം, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് വകവെക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് 2011 സെൻസസ് പ്രകാരമാണെന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കണക്കുകൂട്ടലുകൾ നമ്മൾ നടത്തിയപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. നിലവിൽ ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ സീറ്റാണുള്ളത്. 2011 സെൻസസ് പ്രകാരം പോകുകയാണെങ്കിൽ ഈ 80 സീറ്റ് 140 സീറ്റായിട്ട് ഉയരും. ബീഹാറിൽ നിലവിൽ 40 സീറ്റാണുള്ളത്. 2011 സെൻസസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് 73 വർദ്ധിക്കും. ഇനി രാജസ്ഥാൻ 25 സീറ്റുള്ളത് 48 വർദ്ധിക്കും. ഇനി മധ്യപ്രദേശ് 29 സീറ്റുള്ളത് 51 വർദ്ധിക്കും. മഹാരാഷ്ട്ര 48 79 വർദ്ധിക്കും. ഇനി നമുക്ക് ഈ 2011 സെൻസസ് വരുമ്പോൾ 850 സീറ്റാണല്ലോ, അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലും കുറച്ച് വർധനവ് കാണുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ 39 സീറ്റിന് പകരം 51 സീറ്റ് ഉണ്ടാവും. കേരളത്തിൽ 20 സീറ്റിന് പകരം 23 സീറ്റ് ഉണ്ടാവും. ആന്ധ്രാപ്രദേശും തെലങ്കാനയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 59 സീറ്റ് കിട്ടും. ഇതിന്റെ അർത്ഥം എന്താണ്? നിലവിൽ ലോക്സഭ അംഗബലവുമായി ബന്ധപ്പെട്ട അനുപാതം ഗണ്യമായിട്ട് തകിടം മറിയും. ഒരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഉത്തർപ്രദേശിന് ഇപ്പോൾ ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ 14.7% പങ്കാളിത്തമാണുള്ളത്. ആ 14.7% എന്നുള്ളത് 16.5% ഉയരും. അതുപോലെ ബീഹാറിന് 7.4% പങ്കാളിത്തമാണ് ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴുള്ളത്. അത് 8.6 വർദ്ധിക്കും. ഇനി തമിഴ്നാടിന് നിലവിലുള്ളത് 7.2, അത് 6% കുറയും. കേരളത്തിന് നിലവിലുള്ളത് 3.7% സീറ്റുകളാണ്. ആ സീറ്റുകൾ 2.7 കുറയും. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ എവിടെയാണ് ഈ അപകടം പതിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോഴാണ് സർക്കാർ പറയുന്നത് ബില്ലിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങളൊരു കാര്യം ചെയ്യും, ഇത് എങ്ങനെ പങ്കുവെക്കണം എന്നുള്ളത് ഞങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മീഷനെ ഞങ്ങൾ അറിയിക്കുന്നതാണ്. അവരത് പങ്കുവെക്കും. എങ്ങനെ പങ്കുവെക്കും? എല്ലാവർക്കും 50% വർധന കൊടുക്കാം. അതൊന്നും ബില്ലിലില്ല. ബില്ലിലില്ലാത്തതൊന്നും നമ്മൾ വിശ്വസിക്കാനും പോകുന്നില്ല. ഇനി അഥവാ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പറയാണ് എല്ലാവർക്കും തുല്യ രൂപത്തിൽ അനുപാതമായിട്ട് 50% വർധനവ് നൽകുമെന്ന് പറഞ്ഞാൽ അപ്പോഴും അപകടമുണ്ട്. എന്താ കാരണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ അനുപാതവും ശതമാനവുമല്ല പ്രസക്തം, ആബ്സലൂട്ട് നമ്പറാണ് പ്രശ്നം. ആരുടെ കയ്യിലാണോ കൂടുതൽ നമ്പർ ഉള്ളത്? ചെറു കക്ഷികൾക്ക്, വൈവിധ്യമാർന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്കുള്ള പ്രാധാന്യം കുറയും. ഇപ്പോൾ തന്നെ ധനകാര്യ മേഖലയിൽ ദക്ഷിണേന്ത്യ ഒരു കോളനിയാണ്. 18-20% പോപ്പുലേഷൻ ഉള്ള നമ്മൾ ഈ GDPക്ക് 30%, 35% സംഭാവന ചെയ്തിട്ട് കിട്ടണം എന്താണ്? ഒന്നും കിട്ടുന്നില്ല. കേന്ദ്ര ഖജനാവിൽ നിന്ന് ഒന്നും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല. കിട്ടേണ്ട പണം പോലും തടഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ
ഒരു ഫിസ്ക്കൽ കോളണിയായിട്ട് ദക്ഷിണേന്ത്യ മാറിയെങ്കിൽ ഇനി ഒരു രാഷ്ട്രീയ കോളനിയായിട്ട് കൂടി നമ്മൾ മാറാൻ പോവുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചപ്പോൾ ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു പദവിയായിരിക്കും ഇനി മോഡി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ദക്ഷിണേന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് വരുന്ന 3 ദിവസം നിർണായകമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്താനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്.